ഹലോ. ഇപ്പം ഞാൻ നാട്ടിലോട്ട് തിരിച്ചു പോവാണ്, ട്രിവാൻഡ്രത്തേക്ക്. അങ്ങനെ 3 ആഴ്ച കഴിഞ്ഞതേ അറിഞ്ഞില്ല. പെട്ടെന്നായിരുന്നു. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ദിവസങ്ങൾ പോയി. ഷാർജയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. അജ്മാനിൽ നിന്ന് വീട്ടിൽ നിന്നൊരു 17-20 മിനിറ്റ്സിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ. 12:55 ഫ്ലൈറ്റായിരുന്നു. ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോൾ എത്തി. പിന്നെ ചെക്കിനൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഇമിഗ്രേഷനും ചെക്കിനും പെട്ടെന്ന് തന്നെ കഴിഞ്ഞുകൊണ്ട് പിന്നെ വേറൊന്നും ചെയ്യാനായിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ ഓരോ കടയിലൊക്കെ കയറി ചുമ്മാ ഇങ്ങനെ ടൈം പാസ്. അങ്ങനെ പിന്നെ നടന്ന് മടുത്തോണ്ട് ഒരു സ്ഥലത്ത് പോയി അങ്ങനെ ഇരുന്നു ഒരമണിക്കൂർ. പിന്നെ ബോർഡിങ്ങിൻ്റെ ടൈമായി. ഒരു മിക്സഡ് ഫീലിംഗ് ആയിരുന്നു പോകുന്നതിൽ. ഈ 3 ആഴ്ച സത്യം പറഞ്ഞാൽ ഒന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു. അവിടെ പോയി എൻജോയ് ചെയ്തു. പിന്നെ ഇനി റിയാലിറ്റിയിലേക്ക് തിരിച്ചു പോകണമെന്ന് ഓർത്തപ്പോഴൊരു വിഷമം. അഡൾട്ടിങ് ടഫായിട്ടുള്ള കാര്യം തന്നെയല്ലേ. എന്തായാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ ഇതൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഫ്ലൈറ്റിൽ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഒരു 6:30 ഒക്കെ ആയപ്പോൾ ലാൻഡ് ചെയ്തു. പിന്നെ ഇമിഗ്രേഷനെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. എവിടെ ലേറ്റ് ആയതെന്ന് വെച്ചാൽ അത് ഈ ബാഗേജ് എടുക്കുന്ന സ്ഥലത്തായിരുന്നു. ഒരു 30 മിനിറ്റ്സ്. എൻ്റെ ദൈവമേ, അത് വരാൻ വേണ്ടിയിട്ട് അത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നവിടെ. പിന്നെ ലഗേജൊക്കെ എടുത്തു വീട്ടിൽ പോയി എന്തെങ്കിലും കഴിച്ചുറങ്ങാവുന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ ഈ തുള്ളിച്ചാടി പോകുന്നത്. പിന്നെ ഒരു യൂബർ വിളിച്ച് നേരെ വീട്ടിലെത്തി. ഇതാണ് ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്. എൻ്റെ കണ്ണിക്കൂടെയും തലയിൽക്കൂടെ ഒക്കെ പുക വരുമായിരുന്നു. ആകെ ഒരു കിളി പോയ അവസ്ഥയായിരുന്നു. നല്ല ടയർഡായിരുന്നു. പിന്നെ പോയി കുളിച്ച് ഈ ഒരു ഡോണട്ടും കഴിച്ച് കയറിക്കിടന്ന് ഒറ്റ ഉറക്കം. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ എണ്ണീട്ടൊരു കോഫിയൊക്കെ കുടിച്ചപ്പോൾ ഒരു ഉന്മേഷമായി. പിന്നെ ഓർത്തു എന്തായാലും അൺപാക്ക് ചെയ്യണമെന്ന്. ഈ പാക്ക് ചെയ്യുന്നതും അൺപാക്ക് ചെയ്യുന്നതുമാണ് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നതിലുള്ള ബെസ്റ്റ് പാർട്ട്. ഞാൻ വാങ്ങിയതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ഈ ജോൺസൻ്റെ ബോഡി വാഷാണ്. ഇതിൻ്റെ ടെക്സ്ചറും പിന്നെ ഇതിൻ്റെ സ്മെല്ലും ഭയങ്കര നൈസാണ്. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. പിന്നെ ഒരു സ്ക്രബാണ്. ഇത് UAE ബ്രാൻഡാണെന്ന് തോന്നുന്നു. കോസ്മോ ഗ്ലോ വൈറ്റ്. ഇതൊരു സ്ക്രബാണ്. നമുക്ക് കാണിച്ചു തരാം. ഞാൻ ഇത് പൊട്ടിച്ചിട്ടില്ല. അത്യാവശ്യം നല്ലൊരു ജെൻറ്റിൽ സ്ക്രബാണെന്ന് തോന്നുന്നു. പിന്നെ സ്മെല്ലും നല്ല സ്മെല്ലാണ്. നല്ലൊരു ജെൻറ്റിൽ സ്മെല്ലാണ്. അടുത്തതെന്ന് വെച്ചാൽ സ്വിസ് അറേബ്യയുടെ ഈ ഒരു പെർഫ്യൂമാണ്. ഇത് കാർഡമം ആൻഡ് ആപ്പിൾ. പിന്നെ വേറൊരു ഇതുണ്ട്, ജാസ്മിൻ ആൻഡ് വെനില. എനിക്ക് പേഴ്സണലി ഈ ഒരു കാർഡമൻ ആൻഡ് ആപ്പിളാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. നല്ല പ്ലസൻറ്റ് സ്മെല്ലാണ്. ലേഡീസിന് വേണ്ടിയിട്ടുള്ളതാണ്. നല്ല ലോങ് ലാസ്റ്റിങ്ങുമാണ്. ഇത് ഞാൻ നേരത്തെ സ്വിസ് അറേബ്യയുടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഊത് ഫ്ലേവേഴ്സൊക്കെ കുറേ ഉണ്ട് അവർക്ക്. നല്ല ഹാർഡ് സ്മെല്ലും നോർമൽ നമ്മൾ ലേഡീസ് യൂസ് ചെയ്യുന്ന സ്മെല്ലും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെനിക്ക് കുറച്ചും കൂടെ പേഴ്സണലി ഈ ഒരു കാർഡമൻ ആൻഡ് ആപ്പിൾ ഇത് നല്ലൊരു പ്ലസൻറ്റ് സ്മെല്ലാണ്. പിന്നെ ചോക്ലേറ്റ്. ഇത് ഞാൻ പറയാം, കിറ്റ്കാറ്റ് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടൊരു ചോക്ലേറ്റാണ് കിറ്റ്കാറ്റ്. അപ്പം ഞാൻ ഇത് ഗ്രോസറി പോയി ഇത് കണ്ടപ്പോൾ ഇതിൽ 4 ഫ്ലേവേഴ്സ് ഉണ്ട്. ഒന്ന് കാരമൽ, ഹേസൽനട്ട്, പിന്നെ ലോട്ടസിൻ്റെ ബിസ്ക്കറ്റിൻ്റെ ഫ്ലേവർ, പിന്നെ സ്മൂത്ത് മിൽക്ക് ചോക്ലേറ്റ് ആ ഫ്ലേവർ. 4 ഫ്ലേവേഴ്സ് ഉണ്ട്. ഞാൻ ഒന്ന് മാത്രം കഴിച്ചു, ലോട്ടസിൻ്റെ കഴിച്ച് നോക്കി. അത് അത്യാവശ്യം നല്ലതായിരുന്നു. ബാക്കി ഞാൻ കഴിക്കാൻ പറ്റിയില്ല, ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന്. പക്ഷേ ലോട്ടസിൻ്റെ ആ ഒരു ഫ്ലേവർ കിറ്റ്കാറ്റ് ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം എനിക്ക് തോന്നുന്നു എന്തായാലും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് അടുത്തത്. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ഞാൻ വാങ്ങി. ഇത് മറ്റേ കുനാഫ ആൻഡ് ലോട്ടസ് ഫില്ലിംഗ് ആണിത്. എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതുപോലൊരു വേറൊരു ചോക്ലേറ്റ് ഞാൻ കുനാഫ ഫില്ലിങ് വരുന്നത് ഞാൻ വാങ്ങിയായിരുന്നു, പക്ഷേ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താ ഭയങ്കര മധുരവും വേറൊരു ടേസ്റ്റായിരുന്നു. പക്ഷെ ഇതെങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. പിന്നെ അടുത്തത് ഈയൊരു ചോക്ലേറ്റ്. ഇതിൽ ചോക്ലേറ്റ് വന്നിട്ട് ആൽമണ്ടും ഡേറ്റ്സിൻ്റെയും ഫില്ലിങ്ങാണ് വരുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയായിരിക്കുമെന്ന്, എന്തായാലും നോക്കിയിട്ട് പറയാം. അപ്പോൾ വേറെ കുറച്ച് പ്രൊഡക്ട്സും കൂടെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്സ് സെപ്പറേറ്റ് വീഡിയോയിൽ കാണിച്ചു തരാം, ഷോർട്സ് ആയിട്ട്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.